Hi, this is Little Soul. Welcome to my Divine Journals. അപ്പോൾ ഇതെൻ്റെ ബൈബിൾ ജേണലിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബൈബിൾ ജേണൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് എ മദേഴ്സ് പ്രെയർ എന്നാണ്. നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? മക്കൾക്ക് വേണ്ടി വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, വചനം ജപമാലയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള 5 വചനങ്ങൾ, മക്കൾക്ക് വേണ്ടി നമുക്ക് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന 5 വചനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഞാനും ഒരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും കുഞ്ഞിൻ്റെ കാവൽ മാലാഖയോടുമുള്ള ഒരു ചെറിയ പ്രെയറും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രിപ്പറേഷൻസിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് ഒരു മദേഴ്സ് പ്രെയർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ തീമിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ആൻഡ് യെല്ലോ ക്രയോൺസ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡയഗണലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു പാറ്റേൺ പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഡാർക്ക് ഗ്രീൻ ചാർട്ട് പേപ്പർ കൊണ്ട് ഒരു ചെറിയൊരു ഫ്രെയിം ഈ പേജിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്. ഇനി ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് 2 ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ച് എടുക്കാവുന്നതാണ്. ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച ശേഷം ബ്ലാക്ക് ജെൽ പെൻ വെച്ച് അതിൻ്റെ പുറത്ത് ഒന്നുകൂടെ വരച്ച് കൊടുത്ത ശേഷം യെല്ലോ ബ്രഷ് പെൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഹെഡിങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ എഴുതിയ പ്രാർത്ഥനയാണ്. ഇത് എവിടുന്ന് കോപ്പി അടിച്ചതൊന്നുമല്ല, ഞാൻ തന്നെ എഴുതിയൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദിവ്യ ഈശോയെ, എൻ്റെ കുഞ്ഞ് അവിടുത്തെ ദാനമാണ്. ഞാൻ ഇനി എത്ര കാലം അവൻ്റെ കൂടെ ഉണ്ടാകും എന്നെനിക്കറിയില്ല. അതിനാൽ ഞാൻ അവനെ അവിടുത്തെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ കാലശേഷവും അങ്ങ് അവനോടുകൂടി ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങ് അവന് വഴികാട്ടിയായിരിക്കണമേ, അവനെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞിന് അങ്ങ് അമ്മയായിരിക്കണമേ. അവിടുത്തെ നീല മേലങ്കിയിൽ അവനെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അവൻ്റെ ദുഃഖങ്ങളിൽ ആശ്വാസവും അപകടങ്ങളിൽ സംരക്ഷകയുമായിരിക്കണമേ. അവനെ എപ്പോഴും അങ്ങേ പുത്രനോട് ചേർത്ത് നിർത്തണമേ. അവനെ എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഈശോയുടെ തിരുരക്തത്തിലും പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയിലും സദാ പൊതിഞ്ഞ് സംരക്ഷിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ കാവൽ മാലാഖയെ, രാവും പകലും അവന് കാവലായിരിക്കണമേ. അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവനോടൊപ്പം നിൽക്കണമേ. അവൻ്റെ ഹൃദയത്തെയും മനസ്സിൻ്റെയും ആത്മാവിനെയും സൂക്ഷിക്കണമേ. അപ്പോൾ ഇനി നമുക്ക് ഇടതുവശത്തെ പേജിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇവിടെ ഞാൻ വൈറ്റ് പേപ്പറിൽ 2 സൈഡിലായിട്ട് ഒരു ലീഫി ഡിസൈൻ, ഒരു ലൈൻ ആർട്ട് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പിന്നെ ഒട്ടിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ചാർട്ട് പേപ്പറാണ്. അപ്പോൾ അതിനൊരു എടുപ്പ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുന്നത്. ഇനി ഈ ഡാർക്ക് ഗ്രീൻ ചാർട്ട് പേപ്പർ ഒട്ടിക്കുമ്പോൾ അത് കുറച്ച് ഡള്ളായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോംസിൻ്റെ ബ്രഷ് പെന്നിൽ സിൽവർ കളർ പെന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ കൂടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ വൈറ്റ്നർ കൊണ്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും അതിൻ്റെ പെറ്റൽസ് ഈ സിൽവർ പെന്ന് വെച്ച് വരച്ച ശേഷം ആ വൈറ്റ്നറിൻ്റെ ഒരു ഇങ്ക് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒരു യെല്ലോ സ്കെച്ച് പെൻ വെച്ച് കൊടുക്കും. അപ്പോൾ ആ പൂവിൻ്റെ ഒരു നടുക്കത്തെ ഭാഗത്തിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ വചനം ഒട്ടിച്ചു കൊടുക്കാം. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. സങ്കീർത്തനം 128:3.
അടുത്ത വചനം, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. യെശയ്യാ 54:13. അടുത്തതായിട്ട്, നിന്റെ സന്തതികൾ രാജ്യം കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിമിടമാക്കുകയും ചെയ്യും. യെശയ്യാ 54:3. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. സംഖ്യ 6:24. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. സങ്കീർത്തനം 115:14. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരാം. ഈശോ എൻ ചാരേ ഇരിക്കുന്നു.